ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ ജാം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. ആദ്യം തന്നെ നമുക്കൊരു പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിക്കാതെ ജ്യൂസ് അടിച്ചെടുക്കണം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ ജ്യൂസ് അളന്നൊഴിച്ചെടുക്കണം. അടുപ്പിൽ വെച്ച് തിളച്ച് തുടങ്ങുമ്പോൾ ഇതേ അളവിൽ തന്നെ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി പാകമായി വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറുവാപ്പട്ടയും ഒരു ഇത്തിരി നാരങ്ങ നീരും കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കി ഏകദേശം ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് താഴ്ത്തി വെച്ച് തണുപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഒരു നല്ല ചില്ലിൻ്റെ കുപ്പിയിലേക്ക് മാറ്റി വെക്കുക. ഈ ചില്ല് കുപ്പി മാറ്റി വെക്കുന്ന ജാമ വളരെ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. ദോഷമൊന്നുമില്ല. വളരെ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലും കൂടെ സൂക്ഷിക്കുകയാണെന്നാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. തണുത്ത് കഴിഞ്ഞ് കുപ്പിയിലാക്കിയ ജാമിൻ്റെ ഒരു രീതി എങ്ങനെ ഇരിക്കുമെന്ന് നോക്കിക്കേ. എത്ര നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ തന്നെ. ഹെൽത്തിയുമാണ്. വിശ്വസിച്ച് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.